ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചെന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടികളാണ് മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം കൂടി BCCI തള്ളിയിരിക്കുകയാണ്. ഇത് 5ാം തവണയാണ് ഗംഭീറിനോട് BCCI നോ പറഞ്ഞിരിക്കുന്നത്. കോച്ചിങ് സ്റ്റാഫുമാരുടെ ലിസ്റ്റിലേക്ക് ഗംഭീർ ആവശ്യപ്പെട്ടയാളെയാണ് BCCI ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ മുൻ ഫാസ്റ്റ് ബോളർ മോർണി മോർക്കലിനെ ബോളിംഗ് കോച്ചായി വേണമെന്നാണ് BCCIയോട് ഗംഭീർ അഭ്യർത്ഥിച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തെ BCCI അറിയിച്ചതായി ദി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ്റെ ബോളിംഗ് കോച്ചായിരുന്നു മോർണി മോർക്കൽ. ഇതെല്ലാം കൂടാതെ IPLൽ നേരത്തെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കോച്ചിങ് സംഘത്തിലും മോർണി മോർക്കൽ ഉണ്ടായിരുന്നു. 2022-23 കാലത്ത് LSG ടീമിൻ്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിച്ചതിനാൽ ഗംഭീറിന് സുപരിചിതനും കൂടിയാണ് മോർക്കൽ. ഇത് തന്നെയാണ് തൻ്റെ കോച്ചിങ് സംഘത്തിലേക്ക് മുൻ പേസറുടെ പേര് നിർദ്ദേശിക്കാൻ ഗംഭീർ ആഗ്രഹിച്ചത്. ബോളിംഗ് കോച്ചിൻ്റെ റോളിലേക്ക് ഗംഭീർ നിർദ്ദേശിച്ച 3 പേരെ BCCI ഇതിനകം തള്ളിക്കഴിഞ്ഞു. ഇന്ത്യയുടെ മുൻ ഫാസ്റ്റ് ബോളർ വിനയ് കുമാറിനെയാണ് അദ്ദേഹം ഈ പോസ്റ്റിലേക്ക് ആദ്യം ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഇന്ത്യയുടെ മറ്റൊരു ഫാസ്റ്റ് ബോളറായ ലക്ഷ്മിപതി ബാലാജിയുടെ പേരും ഗംഭീർ നിർദ്ദേശിച്ചു. പക്ഷേ BCCIയും ഗംഭീറും തമ്മിൽ നടത്തിയ ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം ഇവ തള്ളപ്പെടുകയായിരുന്നു. ബൗളിംഗ് കോച്ചിൻ്റെ റോളിലേക്ക് മാത്രമല്ല ഗംഭീറിൻ്റെ ആവശ്യം BCCI തള്ളിയത്. ഫീൽഡിംഗ് കോച്ചിങ്ങിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത 2 പേരെയും BCCI നേരത്തെ നിരസിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ മുൻ മധ്യനിര ബാറ്ററും ഫീൽഡിങ്ങിലെ ഇതിഹാസവുമായ സാക്ഷാൽ ജോൺ ഡി റോഡ്സ്, നെതർലൻഡ്സിൻ്റെ മുൻ താരം റിയാൻ ടെൻ ഡൊഷ്കാറ്റെ എന്നിവരുടെ പേരുകളാണ് ഗംഭീർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു BCCIയുടെ നിലപാട്. ഗംഭീർ തിരഞ്ഞെടുത്തവരിൽ ബാറ്റിംഗ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് മുൻ ഇന്ത്യൻ താരം അഭിഷേക് നായരുടെ കാര്യത്തിൽ മാത്രമാണ് BCCIക്ക് എതിർപ്പില്ലാത്തത്. ഇതിനകം ഗംഭീർ നൽകിയ ലിസ്റ്റിൽ തള്ളപ്പെട്ടവരിൽ റോഡ്സ് ഒഴികെ മറ്റുള്ളവരെല്ലാം നേരത്തെ അദ്ദേഹത്തോടൊപ്പം KKRൽ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. ഡൊഷ്കാറ്റെ ഗംഭീറിൻ്റെ കീഴിൽ കളിക്കുക മാത്രമല്ല കോച്ചിങ് സ്റ്റാഫായി ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്.